Hi friends, welcome to yet another episode of Newzealand Malu Vlogs. So ഞാനിന്ന് കരുതി I think എല്ലാവർക്കും അതായത് ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നവരാണെങ്കിലും പുതുതായിട്ട് വിസിറ്റർ വിസയിൽ വരുന്നവരാണെങ്കിലും ഒക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പല ക്രെഡിറ്റ് കാർഡും ഫോറസ്റ്റ് കാർഡ് അങ്ങനത്തെ കുറച്ച് കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്നാലും ഭയങ്കര ചാർജിങ് റേറ്റ് ഭയങ്കരമായതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. സോ അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നാട്ടിൽ നിന്ന് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് നാട്ടിൽ നിന്ന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, പൈസ എക്സ്ചേഞ്ച് ചെയ്ത് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും ക്യാഷ് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ പൈസ അവിടെ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത് തന്നെ ആയിരിക്കും നല്ലത്. എന്നിട്ട് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. കാരണം നമ്മുടെ നാട്ടിലെ പൈസ ബാങ്കിലിട്ടിട്ട് പിന്നെ ആ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ ഒത്തിരി ചാർജസ് അതിൽ വരും. ഇൻ കേസ് ഇനിയിപ്പോൾ നാട്ടിലെ ബാങ്കിലെ കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ട്രാൻസാക്ഷനും നല്ല ചാർജ് വരും. ഓക്കെ, അപ്പോൾ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഞാൻ കുറച്ച് പൈസ കൊണ്ടുവന്നായിരുന്നു, പക്ഷേ എനിക്ക് പിന്നീട് തോന്നി കുറച്ചും കൂടി അധികം പൈസ നാട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യുക. മാക്സിമം കയ്യിലുള്ള പൈസ മാക്സിമം അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് അവൈലബിൾ ആയിട്ട് കുറച്ച്, അതായത് ന്യൂസിലൻഡിലെ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ASB, PNZ, ANZ എന്നുള്ള ബാങ്ക് ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും കോമൺ ആയിട്ടുള്ള ഒരു ബാങ്കാണ് ANZ ബാങ്ക്. പക്ഷെ നമുക്ക് വിസിറ്റ് വിസയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്ക്, അതായത് ഏറ്റവും എളുപ്പത്തിലൊരു ഏത് ബാങ്കിലാണ്, ന്യൂസിലൻഡ് ബാങ്കിലാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ASB എന്ന് പറഞ്ഞൊരു ബാങ്കാണ്. നല്ല ബാങ്ക് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ASBയിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഓക്കെ, അപ്പോൾ ആ ASBയിൽ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ASBയുടെ വെബ്സൈറ്റ്. ASBയുടെ പേജ് ഇതാണ്. അപ്പോൾ ASB നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ അതായത് ജോയിൻ ASB എന്നുള്ളത് കാണാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. സോ ജോയിൻ ASB എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, ഇവിടെ താഴെ ജോയിൻ ASB എന്ന് കാണുന്ന ബ്ലൂ ലിങ്കിൽ പോയാൽ മതി. ഓക്കെ, ഓപ്പൺ എ സ്ട്രീം ലൈൻ അക്കൗണ്ട്. സോ ഇതിൽ പിന്നെ അവിടെ ചോദിക്കുന്നുണ്ട് ഓപ്പൺ ആൻ ASB, നമ്മൾ ഓൾറെഡി കസ്റ്റമർ ആണോ അതോ അല്ലയോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഇവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജോയിൻ ASB ഓൺലൈൻ എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ കുറച്ച് ക്രൈറ്റീരിയാസ് അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവർ ചോദിക്കുന്നത് ആർ യു 18 year old, നമ്മൾ 18 വയസ്സായിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഡു യു ലിവ് ഇൻ ന്യൂസിലൻഡ്. ഓക്കെ, ഇപ്പം ന്യൂസിലൻഡിൽ ഇപ്പോൾ നമ്മൾ എത്തിയവരാണെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ നോ കൊടുക്കുക. ഈസ് ദിസ് അക്കൗണ്ട് ഫോർ യു. ഞാൻ ഇപ്പോൾ നമ്മൾ ന്യൂസിലൻഡിൽ ജസ്റ്റ് ലാൻഡ് ചെയ്തവർക്കാണെങ്കിൽ അന്ന് തന്നെ അത് ഉണ്ടാക്കാവുന്നതാണ്. സോ ഡു യു ലിവ് ഇൻ ന്യൂസിലൻഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈസ് ദിസ് അക്കൗണ്ട് ജസ്റ്റ് ഫോർ യു എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഐ ആം നോട്ട് എ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. വളരെ സിമ്പിളാണ് നമുക്ക് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ നമ്മൾ ASB വിസ ഡെബിറ്റ് കാർഡൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ആഡ് സേവിങ് അക്കൗണ്ട് ആണ് എന്താണ്, നമുക്ക് സേവിങ് അക്കൗണ്ട് നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് ഡെയിലി പർപ്പസിന് വേണ്ടിയിട്ട്, നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ടല്ല നോക്കുന്നത്. അപ്പോൾ നമ്മൾ സേവിങ് അക്കൗണ്ട് നോക്കുന്നില്ല. സോ അതിനുശേഷം ഇപ്പോൾ നമുക്ക് അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ, നമ്മുടെ ഫുൾ നെയിം കാര്യങ്ങളൊക്കെ ആസ് ഷോൺ ഇൻ ID. ഇവിടെ ID യിൽ നമ്മൾ കാണുന്ന പോലെയാണ്
അവർ പറയുന്നത്. അപ്പോൾ ഐ ഡിയിൽ ഇവിടെ ഇപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഐ ഡി ആയിട്ട് പാസ്പോർട്ട് ഓൾവേസ് നമ്മൾ പാസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാസ്പോർട്ടിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് അതുപോലെ തന്നെ എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻസിന് മിഡിൽ നെയിം കാണാറില്ല, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കാണാറുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്യുക. കാരണം മിഡിൽ നെയിം ഓപ്ഷണൽ ആണ്. ഷോൺ ഇൻ ഐ ഡി എന്ന് ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുക. പിന്നെ അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ നിങ്ങളുടെ മെയിൽ കൊടുക്കാം. ഏത് മെയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ കൊടുക്കാം. പിന്നെ അതുപോലെ ഇവിടുത്തെ ന്യൂസിലൻഡിലെ മൊബൈൽ നമ്പർ. ഓക്കെ, നിങ്ങളുടെ ഇവിടുത്തെ മൊബൈൽ നമ്പർ ഏതാണോ അത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മൊബൈൽ നമ്പർ ഞാൻ ഇവിടുത്തെ മൊബൈൽ നമ്പർ ആലോചിക്കുന്നില്ല ഏതാണെന്നുള്ളത്. സോ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇപ്പം നാട്ടിലെ മൊബൈൽ നമ്പർ പറ്റത്തില്ല, ഇത് ന്യൂസിലൻഡിൻ്റെ മൊബൈൽ നമ്പർ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് നമ്പർ പെട്ടെന്ന് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നും ഒക്കെ നമുക്ക് ഫ്രീ സിം ചിലപ്പോൾ അവൈലബിൾ ആകാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി വരുന്ന പിള്ളേരാണെങ്കിൽ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാധാരണ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സിമ്മിൻ്റെ കാർഡ് ഒരു വില എന്നൊക്കെ പറയുമ്പോൾ ഒരു $10 കൂടുതലൊന്നും സിം കാർഡിന് വില ഉണ്ടാകാറില്ല. അപ്പോൾ പറ്റിക്കപ്പെടുന്നത് എല്ലാവരും നോക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ അതുപോലെ നമ്മുടെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ അഡ്രസ്സ് കൊടുക്കുക. നാട്ടിൽ അഡ്രസ്സ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും വരുന്നതിന് മുന്നേ ചിലപ്പോൾ ഓൾറെഡി അഡ്രസ്സ് തൽക്കാലം ഒരു അഡ്രസ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ആ അഡ്രസ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. പിന്നെ അതുപോലെ കൺട്രി ഓഫ് നമ്മുടെ സിറ്റിസൺഷിപ്പ് ഉള്ള കൺട്രി ഞാൻ ഇന്ത്യ എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് പേജിലോട്ട് പോകാം. സോ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. നമ്മൾ അപ്പോൾ എവറി പേഴ്സണൽ ബാങ്കിങ് എന്നാണോ, ബോറോ മണിക്ക് വേണ്ടിയിട്ടാണോ, ഞാൻ എല്ലാം ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഷെയർ ട്രേഡിങ് നമുക്കറിയില്ലല്ലോ നമ്മൾ ഭാവിയിൽ എന്തൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം അത് കൊടുക്കുന്നുണ്ട്, എല്ലാം ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ലൈക്ക് നമ്മൾ ഇവിടെ കുറച്ച് വേറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ടോട്ടൽ എസ്റ്റിമേറ്റഡ് ക്രെഡിറ്റ് ഓർ ഡെപ്പോസിറ്റ് ഇൻ യുവർ ASB അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര ഇവിടെ എല്ലാം, അപ്പോൾ ന്യൂസിലൻഡിലെല്ലാം നമ്മൾ റെൻറ്റിലാണെങ്കിലും എല്ലാം ഇപ്പോൾ റെൻറ്റിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം വീക്ക്ലി ആണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പം ഞാൻ വീക്ക്ലി എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീക്ക്ലി മന്ത്ലി ഏത് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീക്ക്ലി കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കണക്ക് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ കൊടുക്കുന്നത്. കൂടുതൽ കൊടുത്തെന്ന് വെച്ചിട്ട് അത്ര ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊന്നും അവിടെ പറയുന്നില്ല. ഞാൻ ലെസ് ദാൻ 1500 ആണ് കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടോട്ടൽ എസ്റ്റിമേറ്റഡ് റെഗുലർ ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻടു യുവർ അക്കൗണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഡു യു എക്സ്പെക്ട് ടു മേക്ക് ഓർ റിസീവ് റെഗുലർ ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻടു യുവർ ASB അക്കൗണ്ട്. അപ്പോൾ റെഗുലർ അങ്ങനെ മിക്കവാറും ഇപ്പം നമുക്ക് ജോലിക്കൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റെഗുലർ ഡെപ്പോസിറ്റ് എന്തായാലും വരും. അപ്പോൾ ഞാൻ എസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എസ് കൊടുക്കുമ്പോഴും അവിടെ ഇപ്പോൾ എത്ര നിങ്ങൾ ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ ജോലിക്ക് കയറുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വീക്ക്ലി ആയിരിക്കാം മിക്കവാറും വരുന്നത്. ഞാൻ വീക്ക്ലി എന്ന് കൊടുക്കുന്നു. വീക്ക്ലി കൊടുക്കുന്നത് ലെസ് ദാൻ 500 ആണ് ഞാൻ കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞതാണ് കൊടുക്കുന്നത്. പ്രൊവൈഡ് മോർ ഇൻഫോർമേഷൻ. ഇവിടെ എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ മേ ബി സാലറി എന്നങ്ങനെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റുഡൻസ് ആകുമ്പോൾ ജസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള പേജിലോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ചോദിക്കുന്നത് സെൻഡിങ് ആൻഡ് റിസീവിങ് മണി ഇന്റർനാഷണലി വിത്ത് യുവർ ASB അക്കൗണ്ട്. ഓക്കെ, നമ്മൾ അതായത് നാട്ടിൽ നിന്ന് നമ്മൾ ക്യാഷ് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഇത് യൂസ് ചെയ്യുമോ ഭാവിയിൽ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഞാൻ എസ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ അത് എത്ര ഫ്രീക്വൻ്റ്ലി എന്ന് ചോദിക്കുന്നതിന് ഞാൻ ജസ്റ്റ് ഒരു മന്ത്ലി കൊടുക്കാം. കാരണം ചിലപ്പോൾ നമുക്ക് പാരൻസ് അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുമോ ഇല്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ മന്ത്ലി ആണ് കൊടുക്കുന്നത്. ഹൗ മച്ച് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അത് ലെസ് ദാൻ 500 ആണ്. സോ ഇവിടെ വേണമെങ്കിൽ പാരൻസ് വിൽ ഡെപ്പോസിറ്റ് എന്നോ will deposit
എമൗണ്ട് മന്ത്ലി അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന് ശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് വാട്ട് ഈസ് യുവർ പ്രൈമറി ഓക്കുപ്പേഷൻ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പ്രൈമറി ഇവിടെ ഓക്കുപ്പേഷൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും മിക്കവാറും. ഓക്കെ, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നേഴ്സ് ആണെങ്കിൽ നേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ അതർ പീപ്പിൾ ആൻഡ് ASB അക്കൗണ്ട്. ഡു യു ഇൻറ്റൻഡ് ടു യൂസ് ഹിയർ ASB അക്കൗണ്ട് ഫോർ എനിത്തിങ് അതർ ദൻ പേഴ്സണൽ യൂസ്. ഇപ്പം നമുക്ക് ചിലപ്പം നമ്മൾ കാർഡ് ചിലപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ വൺസ് നമ്മളിപ്പോൾ ഇവിടെ എത്തി, പിന്നെ കുറച്ച് ഭാവിയിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേറെ ആരെങ്കിലുമൊക്കെ വിസിറ്റിങ്ങിന് വരുവാണ്, അപ്പോൾ അവരുടെ എന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഞാൻ യെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രൊവൈഡ് ഇൻഫോർമേഷൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ മേ ബി യൂസ് ഫോർ സംവൺ ഫ്രം മൈ ഫാമിലി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. എന്ത് വേണേലും ഇവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ എക്സാക്ട് പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പേജിലോട്ട് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ചോദിക്കുന്നത് ആർ യു എ ന്യൂസിലൻഡ് ടാക്സ് റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ യു ന്യൂസിലൻഡ് ടാക്സ് റെസിഡൻറ്റ് എന്നുള്ളത് നിങ്ങൾ നോ ചൂസ് ചെയ്യുക. കാരണം ഇവിടെ ന്യൂസിലൻഡിലെ ടാക്സ് നമ്പർ നമ്മുടെ നാട്ടിലെ പാൻ കാർഡ് നമ്പർ പോലെ ഇവിടെ അറിയപ്പെടുന്നത് IRD നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ IRD നമ്പർ എന്തായാലും നമുക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, നമ്മൾ ജോലിയൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് IRD നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മൾ നോ കൊടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ വേറെ ഓപ്ഷനിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഹാവ് യു എവർ ബീൻ എ ടാക്സ് മുന്നേ നമ്മൾ ആയിരുന്നു, നോയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് പിന്നെ നമുക്ക് വരുന്നത് കൺട്രി ഔട്ട്സൈഡ് ന്യൂസിലൻഡ് വേർ യു ആർ എ ടാക്സ് റെസിഡൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ടാക്സ് റെസിഡൻ്റ് ആണെങ്കിൽ എന്തായാലും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടാവും ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇന്ത്യ എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ നമ്മുടെ പാൻ നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ പാൻ നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ പാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് റീസൺ ഫോർ നോട്ട് പ്രൊവൈഡിങ് കൺട്രി ഡസൻ ഇഷ്യൂ. അതെന്തായാലും വരത്തില്ല. ഇഷ്യൂ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് മൂവ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾ ഇന്ത്യ അല്ലാതെ വേറെ ഏതെങ്കിലും കൺട്രിയിൽ ഇപ്പോൾ നമ്മൾ UAE വർക്ക് ചെയ്ത് വരുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലൈക്ക് അവിടെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മളിവിടെ കുറച്ച് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് മറക്കാതെ ഇരിക്കുക. എന്തായാലും മറന്നു കഴിഞ്ഞാലും റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. കാരണം നമ്മൾ പാസ്വേഡ് മിക്കവാറും നമുക്ക് മൊബൈൽ ബാങ്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. പിന്നെ ഇതുപോലെ ഇവിടെ കുറച്ച് വേർബൽ പാസ്വേഡ് പറയുന്നുണ്ട്. സെയിം ഇതുപോലത്തെ വേറൊരു പാസ്വേഡ് കൊടുക്കുക. ജസ്റ്റ് വേറൊരു പാസ്വേഡാണ് കൊടുക്കുന്നത്. പാസ്വേഡിൻ്റെ ക്രൈറ്റീരിയ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി, ഇതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അലൗഡ് അല്ല, അതുകൊണ്ടാണ്. സോറി, നിങ്ങളത് നോക്കുക. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നീട് വരുന്നത് നമ്മൾ ഫൈനലി നമ്മൾ ഇവിടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം കൊടുത്തത് നമ്മുടെ സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ. ഇൻ കേസ് കറക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഈ ഇവിടെ ചേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫൈനലി നമ്മൾ ഇവിടെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ അക്കൗണ്ട് നമ്പറും എല്ലാം ക്രിയേറ്റ് ആകുന്നതാണ്. പിന്നെ നമുക്ക് അവിടെയുള്ള 2 പെൻഡിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ഫൈനലി നമ്മൾ ഏത് മെയിലാണ് കൊടുത്തത് ആ മെയിലോട്ടാണ് നമുക്ക് ഇത് വരുന്നത്. ഓക്കെ, ആ മെയിലോട്ട് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. മെയിൽ അക്കൗണ്ട് ഓപ്പൺ ആയി, അക്കൗണ്ട് ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ പാസ്പോർട്ട് വെച്ച് അടുത്ത നിയറസ്റ്റ് ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുക. നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ചെയ്യുക. പിന്നെ അവർക്ക് രണ്ടാമതൊരു വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അഡ്രസ് പ്രൂഫ് ഓഫ് വെരിഫിക്കേഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന കോളേജിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോളേജിൻ്റെ ഓൺ അക്കമഡേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം കോളേജിൽ നിന്ന് ഒരു അഡ്രസ് പ്രൂഫ് ഓഫ് ഇത് വെച്ചാൽ മതി. അതായത് ഓക്കെ, നിങ്ങൾ ആ കോളേജിൻ്റെ അക്കമഡേഷനിലാണ്, അത് നമ്മൾ കോളേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന അഡ്രസ് പ്രൂഫ് ഓഫ് വെരിഫിക്കേഷൻ ഇവർ ചെയ്യുന്നത് ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് അവർ ഐഡൻറ്റിറ്റി ദേ വിൽ സെൻഡ് അഡ്രസ് പ്രൂഫ് വെരിഫിക്കേഷൻ ലെറ്റർ ടു അവർ അഡ്രസ്. നമ്മൾ എവിടെയാണോ അഡ്രസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ്സിലോട്ടൊരു ലെറ്റർ അവർ അയക്കും. ഓക്കെ, അവരയച്ചതിന് ശേഷം അത് പിന്നെ വൺസ് അത് നമ്മുടെ പോസ്റ്റിൽ വരുമ്പോൾ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെറ്റർ കൊണ്ട് നമ്മൾ നേരെ ചെല്ലണം, നേരെ ബാങ്കിൽ വിസിറ്റ് ചെയ്യുക. എനിക്ക് ആ ലെറ്റർ കിട്ടിയിട്ടുണ്ട്, അത് വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അക്കൗണ്ട് കൺഫേം ആകുന്നതാണ്. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഓട്ടോമാറ്റിക്കലി ഇതിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് വിത്തിൻ 1 വീക്കിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് പോസ്റ്റ് വഴി എത്തുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.